റാൽഫിന് 9 വയസ്സ് പ്രായം. സാധാരണ രീതിയിൽ ഈ ബാലൻ 4-ാം ക്ലാസ്സിൽ പഠിക്കേണ്ടതായിരുന്നു. എന്നാൽ 9 വയസ്സായപ്പോഴേക്കും റാൽഫിന് 2-ാം ക്ലാസ് വരെ എത്താനേ സാധിച്ചുള്ളൂ. റാൽഫ് ഒരു വലിയ കുട്ടിയായിരുന്നു. എന്നാൽ ബുദ്ധിയുടെ കാര്യത്തിൽ അവൻ അല്പം പിന്നാക്കമായിരുന്നു. അതുപോലെ അവൻ്റെ ചലനങ്ങളും മറ്റു കുട്ടികളെ അപേക്ഷിച്ച് വളരെ സാവധാനമായിരുന്നു. എന്നാൽ ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്കെല്ലാം അവനോട് വലിയ സ്നേഹമായിരുന്നു. കാരണം അവൻ എപ്പോഴും അവരോട് വളരെ സ്നേഹപൂർവ്വമാണ് പെരുമാറിയിരുന്നത്. അക്കൊല്ലം സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി 2-ാം ക്ലാസ്സുകാരുടെ ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു. ആ കലാപരിപാടിയിൽ ആട്ടിടയൻ്റെ ഭാഗം അഭിനയിക്കാനായിരുന്നു റാൽഫിൻ്റെ മോഹം. എന്നാൽ റാൽഫിൻ്റെ ടീച്ചറായ ഡീന റാൽഫിന് കുറെ കൂടി നല്ലൊരു റോൾ നൽകി. അങ്ങനെയാണ് റാൽഫ് സത്രം സൂക്ഷിപ്പുകാരൻ്റെ വേഷമണിയാൻ ഇടയായത്. സത്രം സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ റാൽഫിന് അധികം സംസാരിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് മനഃപ്പാഠമാക്കേണ്ടിയിരുന്ന സംഭാഷണം വലിയ ബുദ്ധിമുട്ടുകൂടാതെ റാൽഫ് ഹൃദ്യസ്ഥമാക്കി. ദീർഘനാളത്തെ ഒരുക്കത്തിനും നിരവധി റിഹേഴ്സലുകൾക്കും ശേഷം റാൽഫും കൂട്ടുകാരും നാടകം കളിക്കാൻ സ്റ്റേജിലെത്തി. കാനഡയിലെ ലണ്ടൻ എന്ന കൊച്ചു നഗരത്തിലെ 5 സ്കൂളുകളിലുള്ള സകല കുട്ടികളും അവരിൽ പലരുടെയും മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ റാൽഫിൻ്റെയും കൂട്ടുകാരുടെയും അരങ്ങേറ്റം കാണാൻ എത്തിയിരുന്നു. ദൈവപുത്രനായ യേശുവിൻ്റെ ജനനത്തിൻ്റെ കഥ പറയുന്ന ഒരു ലഘുനാടകമായിരുന്നു റാൽഫും കൂട്ടരും സ്റ്റേജിൽ അവതരിപ്പിച്ചത്. കന്യകാമറിയവും ജോസഫും സത്രത്തിൽ സ്ഥലം തേടി വരുന്നതുവരെ നാടകം സാമാന്യം ഭംഗിയായി മുന്നോട്ട് നീങ്ങി. അപ്പോഴേക്കും റാൽഫിന് സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടാനുള്ള സമയമായി. ഗർഭിണിയായ മറിയവും ജോസഫും വന്നു സത്രത്തിൻ്റെ വാതിൽ മുട്ടി. അപ്പോൾ റാൽഫ് പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു, "നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?" ജോസഫ് പറഞ്ഞു, "ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു മുറി വേണം." അപ്പോൾ ഗൗരവഭാവത്തിൽ റാൽഫ് പറഞ്ഞു, "ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു. ഒരു മുറി പോലും ബാക്കിയില്ല." ജോസഫ് മറിയത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, "നോക്കൂ, ഇതെൻ്റെ ഭാര്യയാണ്. അവൾ ഗർഭിണിയാണ്. അവൾക്ക് വിശ്രമിക്കാൻ ദയവായി അല്പം സ്ഥലം തരണം." നാടകത്തിലെ സംഭാഷണം അനുസരിച്ച് "നിങ്ങൾ കടന്നു പോകൂ" എന്ന് റാൽഫ് അപ്പോൾ ആക്രോശിക്കേണ്ടതായിരുന്നു. പക്ഷേ റാൽഫ് ഒന്നും പറയാതെ നിന്നതേയുള്ളൂ. ഉടനെ അവൻ്റെ ടീച്ചർ കർട്ടൻ്റെ പിറകിൽ നിന്നുകൊണ്ട് റാൽഫിനെ അവൻ്റെ ഡയലോഗ് ഓർമ്മിപ്പിച്ചു. എന്നാൽ അപ്പോഴും അവൻ മിണ്ടാതെ നിന്നതേയുള്ളൂ. റാൽഫിൻ്റെ ടീച്ചർ അവനോട് വീണ്ടും പറഞ്ഞു, "നിങ്ങൾ കടന്നു പോകൂ എന്ന് പറയൂ." അപ്പോഴും റാൽഫ് മൗനമായി നിന്നു. ടീച്ചർ ഒരിക്കൽ കൂടി റാൽഫിനെ നിർബന്ധിച്ചപ്പോൾ അവൻ മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു, "നിങ്ങൾ കടന്നു പോകൂ." ഈ സംഭാഷണത്തിന് ശേഷം റാൽഫ് ഉടനെ രംഗത്ത് നിന്ന് പിൻവാങ്ങേണ്ടതായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ ചെയ്തില്ല. മറിയവും ജോസഫും ദുഃഖിതരായി മടങ്ങുന്നത് നോക്കി റാൽഫ് അവിടെ നിന്നു. അപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് റാൽഫ് വിളിച്ചു പറഞ്ഞു, "ജോസഫ്, നിങ്ങൾ പോകരുത്. നിങ്ങൾ തിരിച്ചു വരൂ." റാൽഫ് കണ്ണീര് തുടച്ചുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ തുടർന്നു, "നിങ്ങൾ വരൂ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ റൂം തരാം." ഒരു നാടകത്തിൽ അഭിനയിക്കുകയായിരുന്നു റാൽഫ്. ആ നാടകത്തിനു വേണ്ടിയുള്ള സംഭാഷണം മനഃപ്പാഠമാക്കി വയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നാടകം അരങ്ങേറിയപ്പോഴാണ് താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഹൃദയശൂന്യത അവന് മനസ്സിലായത്. അതുകൊണ്ടാണ് റാൽഫ് ഒറ്റ നിമിഷം കൊണ്ട് ആ കൊച്ചു നാടകത്തിൻ്റെ സംഭാഷണവും കഥയും തന്നെ മാറ്റിക്കളഞ്ഞത്. ഹൃദയമുള്ളവനായിരുന്നു റാൽഫ്. അതുകൊണ്ടാണ് ഒരു നാടകത്തിൽ പോലും ഹൃദയശൂന്യതയോടെ റാൽഫിന് പെരുമാറാൻ സാധിക്കാതെ പോയത്. ഒറ്റ നിമിഷം കൊണ്ട് നാടകത്തിൻ്റെ സംഭാഷണവും കഥയുടെ ഗതിയും അവൻ അന്നു മാറ്റി. ഇത് ഭൂരിപക്ഷം കാണികളുടെയും അഭിനന്ദനത്തിന് കാരണമായി എന്ന് ഡീന ടീച്ചർ സാക്ഷ്യപ്പെടുത്തുന്നു.